ഈ പല വമ്പന്മാരും പാർട്ടി വിടുന്നുണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, BJP-യിലേക്ക് പോകുന്നു, കോൺഗ്രസ്സിലേക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യിലേക്കുള്ള ഒഴുക്ക് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ CPM-ന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ സുധാകരനെ പോലുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് കേൾക്കുന്നത് ഇതൊക്കെ LDF-ന് വലിയ ദോഷമായി മാറുന്നതല്ലേ? CPI-യിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. CPI-ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വം വലിയ വിപ്ലവകാരിയാണ്. വായാടി വിപ്ലവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫാഷിസമാണ് BJP-യുടെ, ഞങ്ങൾ തകർത്തുകളയും, ഞങ്ങൾ നിർത്തും എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ MLA, സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ തന്നെ പാർട്ടി വിട്ട് പിടിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹം നേരിട്ട് BJP-യുടെ ഓഫീസിലേക്ക് പോയിട്ട് മെമ്പർഷിപ്പ് ചോദിച്ചു വാങ്ങിച്ചു. ഈ ബിനോയ് വിശ്വം നയിക്കുന്ന പാർട്ടിയിലാണ് ഈ സംഭവം. നാട്ടിക മണ്ഡലത്തിലെ MLA ആയിരുന്നു CC മുകുന്ദൻ. അദ്ദേഹം പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഇതുവരെ ബിനോയ് വിശ്വം മറുപടി പറഞ്ഞിട്ടില്ല അതിന്. അതായത് ഗീതാ ഗോപി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പകരം അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് വെച്ചത്. ഈ ഗീതാ ഗോപി എന്ന് പറയുന്ന ആൾ ലിസ്റ്റിൽ CPI പബ്ലിഷ് ചെയ്ത നാട്ടികയിലെ MLA ലിസ്റ്റിൽ അവരുടെ പേര് തന്നെയാണ് ഉള്ളത്. മുമ്പേ പറഞ്ഞിരുന്നു ഗീതാ ഗോപി ആയിരിക്കും വയ്ക്കുന്നത്. അവർ പേയ്മെൻറ്റ് സീറ്റ്, ബീഹാറിൽ നമ്മൾ കണ്ടതാണ്, പേയ്മെൻറ്റ് സീറ്റാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വിമാനത്താവളത്തിലിട്ട് നേതാക്കന്മാർക്കെല്ലാം അടികൊണ്ട് ജീവനം കൊണ്ട് ഓടുമായിരുന്നു. ഇപ്പോൾ CPI-ക്കാരും അടിച്ചതായിട്ട് നമുക്കറിവില്ല. നേതാക്കളെ ബിനോയ് വിശ്വം ഉൾപ്പെടെ അടി കൊള്ളേണ്ടതാണ് ഈ പേയ്മെൻറ്റ് സീറ്റാണ്. അവിടെ പേയ്മെൻറ്റ് സീറ്റ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ ആൾ ഇപ്പോൾ ബാക്കി എങ്ങുമില്ല. സുധാകരനൊക്കെ ശരിയാണ്, BJP-യിലേക്ക് പോയിട്ടൊന്നുമില്ല. അദ്ദേഹം സ്വതന്ത്രനായതേ ഉള്ളൂ. ഇതന്നെയല്ല, നിലവിൽ MLA-യും അല്ല. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ പലയിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ ഓണാട്ടുകരയിൽ തന്നെ എനിക്കറിയാം ഒരുപാട് CPI പ്രവർത്തകർ പാർട്ടി വിട്ടിട്ട് BJP-യിലേക്ക് കയറിയിട്ടുണ്ട്. വലിയൊരു മാറ്റം, സമൂലമായ മാറ്റം അവിടെ സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. എണ്ണക്കാട്ട് കൊട്ടാരും അതുപോലെ തന്നെ ഈ ഒളിവിലെ ഓർമ്മകളിലും ഏറ്റവും കൂടുതൽ പരാമർശിപ്പിക്കപ്പെട്ട പ്രദേശമാണ്. അവിടെ പുതുപ്പള്ളി രാഘവൻ, തോപ്പിൽ ഭാസിയെ കമ്മ്യൂണിസം പഠിപ്പിച്ച പുതുപ്പള്ളി രാഘവൻ എന്ന വളരെ ത്യാഗങ്ങൾ സഹിച്ച വിപ്ലവകാരുടെ മണ്ണാണ്. ആ മണ്ണിലാണ് CPI-യിലേക്ക് ഒലിച്ചിറങ്ങുന്നത് പോലെ, CPI-യിൽ നിന്ന് BJP-യിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ വലിയ പ്രവാഹം ഉണ്ടായിരിക്കുന്നത്. പത്രം ഒരു സന്ദിഗ്ധാവസ്ഥയിൽ തൃശ്ശൂരിലെ CPI-ക്കാർ, തൃശ്ശൂരാണ് കുറച്ചെങ്കിലും ഒരു വളമുള്ളത് BJP-ക്ക്, അവിടെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ BJP-യുടെ ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് ഒരാൾ പാർട്ടി ടിക്കറ്റ് വാങ്ങിച്ച് ഇപ്പം കേൾക്കുന്നത് അദ്ദേഹം നാട്ടികയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. അതായത് സ്വന്തം പാർട്ടിക്കാരിയായ ഗീതാ ഗോപിയെ എതിർക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിലെ പേയ്മെന്റ് സീറ്റാണ് CPI-ക്കാർക്ക് പണ്ടേ ഈ കുഴപ്പം ദോഷമുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിൽ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന് പേയ്മെന്റ് സീറ്റായിരുന്നു. അത് അതില് C ദിവാകരൻ പെട്ടുപോയതാണ് അക്കാര്യത്തിനകത്ത്. അപ്പം ഇതിനകത്ത് ഇപ്പൊ നോക്കണേ, വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ CPM-ൽ നിന്ന് മറ്റേ രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിനകത്ത് പുറത്തു വന്ന അദ്ദേഹം പുസ്തകം എഴുതി വന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ. ഇതൊക്കെ വലിയ ദോഷം മുന്നണിക്കകത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ്. വലിയ അട്ടിമറികളാണ് നമ്മൾ വിചാരിച്ച തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അട്ടിമറികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴേ അട്ടിമറികൾ സംഭവിച്ചിരിക്കുക. അതുപോലെ ബാബു ദിവാകരൻ കുന്നത്തൂർ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി. ഇത് ആരും പഴയ RSPയുടെ നേതാവ് TK ദിവാകരന്റെ മകൻ, മന്ത്രിയായിരുന്ന ആള് BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് വരുന്നു. ഈ ബാബു ദിവാകരന് കുന്നത്തൂരാണ് പോയി മത്സരിക്കുന്നത്. RSPയുടെ സീറ്റ് ആണല്ലോ വാസ്തവത്തിൽ. അത് RSPക്ക് കൊടുത്തിരിക്കുന്ന ഒരു സീറ്റാണല്ലോ അല്ലേ? അതെ. കോവൂർ കുഞ്ഞുമോനൊക്കെ അദ്ദേഹത്തിന്റെ മണ്ഡലമല്ലേ അത്? അപ്പോൾ അവിടെ തന്നെ കൊടുത്തിരിക്കുക. RSPക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണത്, അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് വലിയ 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 അത്ഭുതങ്ങൾ, ഇപ്പോൾ അട്ടിമറികൾ. തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ കമ്പങ്ങൾ കരുതി വെച്ചിരിക്കുകയാണ്
BJP എന്ന് തോന്നുന്നു. വലിയ അത്ഭുതങ്ങളാണ്, ഒരിക്കലും സംഭവിക്കാത്ത ഒരു ഒഴുക്കും കാറ്റിൻ്റെ ഗതി മാറുകയാണെന്ന്, മനസ്സ് മാറുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു സംഭവം വന്നാൽ ഇതിപ്പോൾ വലിയൊരു അട്ടിമറിയാകാൻ സാധ്യതയുള്ളത്, കഴിഞ്ഞ വർഷം നല്ല ഭൂരിപക്ഷമായിരുന്നു ഈ CC മുകുന്ദന് ഈ മണ്ഡലത്തിൽ കിട്ടിയത്. 28,143 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത് CC മുകുന്ദന് കിട്ടിയത്. ഈ BJP മാത്രം അവിടെ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം 33,716 വോട്ട്. വളരെ നിർണായകമാണ്. ഈ ഭൂരിപക്ഷവും അതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ CC മുകുന്ദന് അവിടെ വ്യക്തിപരമായ വോട്ടുണ്ടാവും. CPI കുറേ വോട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിക മണ്ഡലത്തിൽ അവരവരുടെ BJP അവരുടെ കൂടി നാട്ടും എന്നുള്ള കാര്യത്തിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ പലരും പോയിട്ടുണ്ടെങ്കിലും CPIയിൽ നിന്ന് പ്രമുഖ നേതാക്കൾ ഒറ്റയാൾ ഇതുവരെ BJPയിലേക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് CPMൽ നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ CPIയിൽ നിന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും പോയിട്ടുള്ളതായിട്ട് അറിയാമോ? CPIയിൽ നിന്ന് അങ്ങനെ പോയിട്ടില്ല, ഒഴിഞ്ഞു പോയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ അതും സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തൊരു അത്ഭുതമാണ്. രാഷ്ട്രീയമായിട്ട് ഇത് വലിയ അട്ടിമറി തന്നെയാണ്. CPIയുടെയും ബിനോയ് വിശ്വത്തിൻ്റെയും ചെകിട്ടത്തേറ്റ അടി തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. അവിടെ ഇങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി, അണികൾ കുറവാണ്, നേതാക്കന്മാരുണ്ട്, അച്ചടക്കമുള്ള ഒരു പാർട്ടിയായിരുന്നു CPIയിൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, തൃശ്ശൂരിലുള്ള C. അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ ചേലാട്ടെ അദ്ദേഹത്തിൻ്റെ അസ്ഥി മാടത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥമാകും. അത്തരം സംഭവങ്ങളാണ് CPIക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൻ വേണ്ടിയിട്ട് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു അട്ടിമറിക്കുള്ള സാധ്യതയും കൂടെ വരുന്നു. ഇനി അട്ടിമറികൾ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ചില സീറ്റുകൾ CPM തന്നെ ഒഴിച്ചിട്ടിരിക്കുക, അവിടെയും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷമാണ് കേരളമാണ് ഇടതുപക്ഷം, കമ്മ്യൂണിസത്തിൻ്റെ മണ്ണാണെന്നൊക്കെ പറയുന്നവർക്ക് അതിനെക്കുറിച്ച് ഒന്ന് പുനർചിന്തിക്കേണ്ട ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയെ BJP ആരെങ്കിലും പോയതായിട്ട് വിജയനാഥ് കേട്ടിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം BJP, അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ മനസ്സ് BJPക്ക് അനുകൂലമായിട്ട് തീർന്നിരിക്കുന്നു, പാകപ്പെട്ടിരിക്കുന്നു, പരുവപ്പെട്ടിരിക്കുന്നു. BJPയിലുള്ള ഒഴുക്ക് ഇനിയിപ്പം ഇലക്ഷൻ ഫലം വന്നു കഴിയുമ്പോൾ പിന്നെ ആ കുത്തൊഴുക്ക് അങ്ങോട്ട് പോകും. അതാണ് ഇവരൊന്നും ജയിക്കില്ല, പിന്നെ എന്തിനാ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ പലരും ഇതിന് വോട്ട് ചെയ്യാൻ. ഇതിന് ജയിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് വളരെ കുത്തൊഴുക്ക് ബംഗാളിലെ പോലെ സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ത്രിപുരയെ പോലെ സംഭവിക്കും. വലിയ സംശയം ഒന്നുമില്ലാതെ BJPയുടെ ഒരു പ്ലാനുണ്ട്, ഒരു ഗെയിം പ്ലാൻ. അതനുസരിച്ച് തന്നെ അവർ കളിക്കുന്നുണ്ട്. അവരത് വേൾഡ് കപ്പ് സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ഉള്ള ടീം കൈയടക്കിയതുപോലെ തന്നെ അത് അവർ കൈയടക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു. അത് അത്തരത്തിലൊരു പ്ലാൻ വേണം. പ്ലാൻ ഇല്ലാതെ യുദ്ധം നടത്തുന്നതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും അവിടെ പരാജയപ്പെട്ട് കിടന്നത്. പക്ഷേ ഇവർക്ക് വ്യക്തമായ പ്ലാനുണ്ട്, ദിശാബോധമുണ്ട്, മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ ആ ഒരു ഓർക്കസ്ട്രേറ്റഡ് മൂഡിലാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ല എന്നുള്ളതാണ്. അവിടെ ഇരുന്നുകൊണ്ട് അമിത്ഷായാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്മജ പറഞ്ഞ് K. സുധാകരൻ BJPയിലേക്ക് വരുവാണെന്നാണ് പറയുന്നത്. K. സുധാകരൻ BJPയിലേക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ 100% ഉറപ്പാണ് അദ്ദേഹം BJPയിലേക്ക് പോയിരിക്കും. വലിയൊരു അടിയായിരിക്കും കോൺഗ്രസിനുണ്ടാകാൻ. ഇന്ന് മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈഴവ വിഭാഗം തീയര് ഇവർ മുഴുവൻ തിരിച്ചടിക്കും. അതൊരു വികാരമായിട്ട് മാറും. ജാതീയതയല്ല ഇവിടെ വരുന്നത്, ഞങ്ങളുടെ ഒരാളിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വികാരമാണ്. SNDP യൂണിയൻ നേതാവ് ഇപ്പോഴും അദ്ദേഹം SNDP യൂണിയൻ പ്രസിഡന്റ് അല്ലെങ്കിൽ UDF വേണ്ടത്ര പരിഗണന ഈഴവ വിഭാഗത്തിന് നൽകുന്നില്ല എന്ന് വെള്ളാപ്പള്ളിക്ക് പരാതിയുള്ളതാണ്. അതിൻ്റെ കൂടാണ് ഇപ്പോൾ ഇതും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആകെപ്പാടെ വലിയ പ്രശ്നമാണിപ്പോൾ കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് CPIക്ക് ഇപ്പോൾ ഉണ്ടായി തുടങ്ങി. ഇതുവരെ ബാധിക്കാത്ത CPI അതിൻ്റെ വിപ്ലവ വായ്ത്താരികൾ കൊണ്ടൊന്നും അണികളെയോ MLAയോ പോലും പിടിച്ച് നിർത്താൻ കഴിയുകയില്ല എന്നുള്ള ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് ബോധ്യമായി കാണും. എന്താണ് നിങ്ങളുടെ പാർട്ടി എന്നിപ്പോൾ ബോധ്യമായി കാണും. ഞങ്ങളുടെ പാർട്ടി എന്ന് 25 സീറ്റുകൾ പ്രഖ്യാപിക്കുന്നത് വലിയ വിവാദം പോലെ പറഞ്ഞു. ഇതേ ഇപ്പോൾ BJP പോയിരിക്കും നിങ്ങളുടെ പാർട്ടിയുടെ MLA, സിറ്റിംഗ് MLA. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.